മഗ്ദലന മറിയം യേശുവിന്റെ അനുയായികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. ഗലീലയിലെ മഗ്ദല എന്ന പട്ടണത്തിൽ നിന്നാണ് അവൾ വന്നതെന്നാണ് കരുതപ്പെടുന്നത്. ബൈബിളിൽ യേശു 7 ഭൂതങ്ങളെ അവളെ വിട്ടുപോകുവാൻ സഹായിച്ചതായി പറയുന്നു. അതിനുശേഷം അവൾ യേശുവിനെ പിന്തുടരുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. മറിയം യേശുവിന്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റു ശിഷ്യന്മാരെല്ലാം ഭയന്ന് ഓടിപ്പോയപ്പോഴും അവൾ ധൈര്യപൂർവ്വം യേശുവിനോടൊപ്പം നിലകൊണ്ടു. യേശുവിന്റെ കല്ലറ സന്ദർശിച്ച ആദ്യത്തെ വ്യക്തികളിൽ ഒരാളും അവളായിരുന്നു. ഉയിർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കണ്ടതും അവളാണ്. ഈ കാരണം കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അവളെ അപ്പോസ്തലന്മാരുടെ അപ്പസ്തോല എന്ന് വിശേഷിപ്പിച്ചു. പഠനങ്ങളും പാഠങ്ങളും. 1. വിശ്വാസത്തിന്റെ ശക്തി. മോചിതയായ ശേഷം അവളുടെ വിശ്വാസം ഒരിക്കലും പിന്നോട്ടില്ലാതെ വളർന്നു. ഇത് ദൈവത്തിന്റെ കൃപ ജീവിതത്തെ എങ്ങനെ മാറ്റിത്തീർക്കുമെന്ന് പഠിപ്പിക്കുന്നു. 2. സ്ത്രീയുടെ സ്ഥാനം. ആദ്യ ഉയിർത്തെഴുന്നേൽപ്പ് സാക്ഷിയായി അവളെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ രാജ്യത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കു സമാനമായ സ്ഥാനമുണ്ടെന്ന് കാണിക്കുന്നു. 3. ധൈര്യവും സ്ഥിരതയും. യേശുവിന്റെ ക്രൂശിനടുത്തു നിലകൊണ്ടത് വിശ്വാസത്തിൽ ധൈര്യം എത്ര പ്രധാനമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 4. സാക്ഷ്യം പറയുന്ന ജീവിതം. ഞാൻ കർത്താവിനെ കണ്ടു, യോഹന്നാൻ 20:18 എന്ന് അവൾ പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ ദൗത്യം തന്നെ പ്രതിഫലിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മഗ്ദലേന മറിയയുടെ ജീവിതം ദൈവത്തിന്റെ കൃപ മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ പുതുക്കുന്നു എന്നതിന് ശക്തമായ സാക്ഷ്യമാണ്. വിശ്വാസം, ധൈര്യം, ആത്മാർത്ഥ സേവനം, സാക്ഷ്യം എന്നിവയാണ് അവളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന പാഠങ്ങൾ.